गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुर्साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ओम श्रीनारायण परमगुरवे नमः। अद्वैतानंद चिन्मात्र ज्योतिर्नारायणात्मकं चकास्तु धर्मबोधाय നിത്യമവ്യാഹതാത്മനാം. എല്ലാവർക്കും നമസ്കാരം. ശ്രീനാരായണ കൃതി, ശ്രീനാരായണ ധർമ്മം എന്ന കൃതിയാണ് നമ്മൾ മനനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കൃതിയിൽ ആദ്യത്തെ 2 അധ്യായങ്ങളിൽ ധർമ്മസംബന്ധമായ ആദർശങ്ങളെയാണ് പറഞ്ഞത്. 3-ാമത്തെ അധ്യായം മുതൽ ഈ ധർമ്മത്തെ നാം നമ്മുടെ ജീവിതത്തിൽ എപ്രകാരം സമ്പാദനം ചെയ്യണം, എപ്രകാരം ധർമ്മത്തെ ആർജിക്കണം എന്ന് പറയുന്നു. ധർമ്മത്തെ ആർജിക്കണമെങ്കിൽ, ധർമ്മസമ്പാദനം ചെയ്യണമെങ്കിൽ ഏറ്റവും പ്രാഥമികമായിട്ട് നാം നമ്മുടെ വ്യക്തിത്വത്തെ സംസ്കരിക്കണം, ശുദ്ധീകരിക്കണം. അതിനുവേണ്ടി ഗുരുദേവൻ അനുഷ്ഠാന പഞ്ചകങ്ങളെ പറയുന്നു. ധർമ്മപഞ്ചകം, ശുദ്ധി പഞ്ചകം, യജ്ഞപഞ്ചകം എന്നിവയാണ് അനുഷ്ഠാന പഞ്ചകങ്ങൾ എന്ന് പറയുന്നത്. അഹിംസ, സത്യം, അസ്തേയം, അവ്യഭിചാരം, മദ്യവർജനം എന്നിവയാണ് പഞ്ചധർമ്മങ്ങൾ. ശരീരശുദ്ധി, വാക്ശുദ്ധി, മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി, ഗൃഹശുദ്ധി എന്നിവയാണ് പഞ്ചശുദ്ധികൾ. യജ്ഞപഞ്ചകം നമ്മൾ അടുത്ത അധ്യായങ്ങളിൽ പഠിക്കാൻ പോകുന്നു. അപ്പോൾ പഞ്ചശുദ്ധികളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. പഞ്ചശുദ്ധികളിൽ ഇന്ദ്രിയശുദ്ധിയെ കുറിച്ച് മനസ്സിലാക്കി. വാസ്തവത്തിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ശരീരത്തിനോ വാക്കിനോ സ്വന്തം നിലയ്ക്ക് ശുദ്ധമാകാൻ കഴിയില്ല. മനസ്സ് പറയുന്നു ഇന്ന് കുളിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനസ്സിന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നാം കുളിക്കും. ആ സമയത്ത് മാത്രമേ ശരീരം ശുദ്ധമാകുന്നുള്ളൂ. അതുപോലെ മനസ്സ് പറയുന്നു ആ വ്യക്തിയോട് നല്ല രീതിയിൽ സംസാരിക്കാം, എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കാം എന്ന് മനസ്സിലൊരു ചിന്ത ഉണ്ടെങ്കിൽ മാത്രമേ വാക്കിൽ നിന്ന്, വാഗിന്ദ്രിയത്തിൽ നിന്ന് നല്ല വാക്കുകൾ പുറപ്പെടുകയുള്ളൂ. ഇപ്പൊ മനസ്സിന്റെ നിർദ്ദേശങ്ങളാണ്, മനസ്സിൽ നിന്ന് വരുന്ന കൽപ്പനകളാണ് ശരീരശുദ്ധിക്കും വാക്ശുദ്ധിക്കും ആധാരമെന്ന് മനസ്സിലായി. ഇനി മനസ്സിന്റെ ശുദ്ധിയും മനസ്സിലല്ല ആശ്രയിച്ചിരിക്കുന്നത്, മറിച്ച് ഇന്ദ്രിയങ്ങളിലൂടെ നാം നേടിയെടുത്ത അനുഭവങ്ങൾ, ഇന്ദ്രിയങ്ങളിലൂടെ ആർജിതമായ അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ ഒരു സംസ്കാരത്തെ ഉണ്ടാക്കുന്നു. ആ സംസ്കാരമാണ് മനസ്സിന്റെ ശുദ്ധിയെ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നത്. നാം ഏത് കാഴ്ചകളെ കാണുന്നു, ഏത് കേൾവികളെ കേൾക്കുന്നു, ഏതേത് അനുഭവങ്ങളെ അതാത് ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്നു, ഇവയുടെ എല്ലാം അനുഭവങ്ങളുടെ ആകെ തുക നമ്മുടെ സംസ്കാരത്തെ ഉണ്ടാക്കുന്നു. ആ സംസ്കാരത്തിനനുസരിച്ചാണ്
മനസ്സിൽ നിന്ന് നമ്മുടെ ചിന്ത വരുന്നത്. ഒരു വ്യക്തി നടന്നു പോകുന്നു, വഴിയരികില് ഒരു ബോർഡ് കാണുന്നു, ബാർ എന്ന ബോർഡ് കാണുന്നു, അപ്പുറത്ത് അമ്പലവും കാണുന്നു. ഇതില് ഏത് വഴിയിലേക്ക് തന്റെ കാലുകൾ, കർമ്മേന്ദ്രിയമാകുന്ന കാലുകൾ ഗമിക്കണമെന്ന് തീരുമാനിക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സാണ്. ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് ആ തീരുമാനം വരുന്നത് ആ വ്യക്തി ആർജിച്ച സംസ്കാരത്തിൽ നിന്നുമാണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഇതിലൂടെ വ്യക്തമാകാൻ കഴിയും, മനസ്സിന്റെ ശുദ്ധി പോലും യഥാർത്ഥത്തിൽ ഇന്ദ്രിയങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഇന്ദ്രിയങ്ങളെ എത്രത്തോളം ശുദ്ധമാക്കാമോ അത്രത്തോളം മനസ്സ് സംസ്കരിക്കപ്പെടുന്നു. ആ സംസ്കരിക്കപ്പെട്ട മനസ്സിൽ നിന്ന്, സംസ്കരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ മനസ്സിൽ വലിയ രീതിയിലുള്ളൊരു പരിവർത്തനം സംഭവിക്കുന്നു. അങ്ങനെ പരിവർത്തിതമായ മനസ്സിൽ നിന്ന് ശുഭകരങ്ങളായ സങ്കല്പങ്ങൾ വരുന്നു. ആ സങ്കല്പങ്ങൾ നമ്മെ വാക്ശുദ്ധിയിലേക്കും ശരീരശുദ്ധിയിലേക്കും അന്യത്ര ഉള്ള ശുദ്ധിയിലേക്കും ഒക്കെ നയിക്കുന്നു. അപ്പൊ എല്ലാത്തിന്റെ അടിസ്ഥാനം ഇന്ദ്രിയ ശുദ്ധിയാണെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇന്ദ്രിയ ശുദ്ധി എന്ന് ഉദ്ദേശിക്കുന്നത് വാസ്തവത്തിൽ എന്താണ്? ഇന്ദ്രിയങ്ങളെ നമുക്ക് എങ്ങനെയാണ് ശുദ്ധമാക്കാൻ കഴിയുന്നത്? കാരണം നമുക്ക് നമ്മുടെ വാക്കിനെ ശുദ്ധമാക്കാൻ വേണമെങ്കിൽ കഴിയും. നല്ല വാക്കുകൾ സംസാരിച്ചാൽ മതി. നമ്മുടെ ശരീരത്തെ ശുദ്ധമാക്കാനുള്ള വിധി നമുക്കറിയാം. നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കാൻ നമുക്ക് അതിൻ്റെയും ഒരു ഉപായം അറിയാം. പക്ഷെ ഇന്ദ്രിയങ്ങൾ എങ്ങനെയാണ് ശുദ്ധമാക്കുന്നത്? അത്യന്തം സൂക്ഷ്മമായ വിഷയങ്ങളാണ് ഇന്ദ്രിയങ്ങൾ. ആ ഇന്ദ്രിയങ്ങളെ നമുക്ക് ഏത് രീതിയിൽ ശുദ്ധമാക്കാൻ കഴിയും? ഇന്ദ്രിയങ്ങളെ ശുദ്ധമാക്കുക എന്നതിന്റെ താല്പര്യം ഇന്ദ്രിയങ്ങളിലൂടെ നാം ഗ്രഹിക്കുന്ന വിഷയങ്ങൾ ശുദ്ധമായിരിക്കുക എന്നുള്ളതാണ്. കണ്ണിലൂടെ ശുദ്ധമായ കാഴ്ചകളെ കാണുക, ചെവിയിലൂടെ സാത്വികമായ ശബ്ദങ്ങളെ കേൾക്കുക. നമ്മുടെ ജീവിതത്തിന് ഒരു ഉയർച്ചയും പുരോഗതിയും എല്ലാ വിധത്തിലും നൽകുന്ന ശബ്ദങ്ങൾ, കാഴ്ചകൾ, ഗന്ധങ്ങൾ, ഇവയെ അനുഭവിക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ ഇന്ദ്രിയ ശുദ്ധിയിലൂടെ അർത്ഥമാക്കുന്നത്. അപ്പൊ ആ ഇന്ദ്രിയ ശുദ്ധിയിലേക്ക് നമ്മെ നയിക്കുന്ന 3 ഘടകങ്ങളെ ഗുരുദേവൻ 96-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് നമ്മൾ ചിന്തിച്ചു. 1, അപ്രിയാർത്ഥേഷു അപ്രവൃത്തിയാണ്, ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നാം പ്രവർത്തിക്കാതിരിക്കുക. 2, അപീഡനം അലാളനം, ഇന്ദ്രിയങ്ങളെ അമിതമായിട്ട് പീഡിപ്പിക്കാതിരിക്കുക, അമിതമായി അവയെ ലാളിക്കാതിരിക്കുക. 3, അയുക്ത അസംസ്തവ. അയുക്ത എന്ന് പറഞ്ഞാൽ അയുക്തമായ യോഗ്യമല്ലാത്തവയെ സ്തുതിക്കാതിരിക്കുക. സംസ്തവം ചെയ്യുക എന്ന് പറയുമ്പോൾ സ്തുതിക്കുക, അസംസ്തവം എന്ന് പറയുമ്പോൾ സ്തുതിക്കാതിരിക്കുക. അപ്പോൾ അപ്രവൃത്തി, അപീഡനം, അലാളനം, അസംസ്തവം, ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, ഏതേഹി ഇന്ദ്രിയ പഞ്ചകം ശുദ്ധ്യതി എന്ന് പറയുന്നു. ഇവയിലൂടെ ഇന്ദ്രിയ പഞ്ചകങ്ങൾ ശുദ്ധമായി തീരുന്നു. ഇങ്ങനെ ശുദ്ധമായ ഇന്ദ്രിയ പഞ്ചകങ്ങളിലൂടെ നമ്മുടെ മനോവ്യക്തിത്വം ശ്രേഷ്ഠമാവുകയും അങ്ങനെ ശ്രേഷ്ഠമായ മാനസിക ഭാവത്തിലൂടെ ഉയർന്ന സങ്കല്പങ്ങൾ വരികയും ആ സങ്കല്പത്തിനനുസരിച്ച് നമ്മുടെ വാക്കുകളും ശരീരവും പ്രവർത്തമാകുന്നു. അപ്പോൾ പഞ്ചശുദ്ധിയിലൂടെ നമുക്ക് ആ പഞ്ചശുദ്ധിയുടെ ക്രമം ഈ രീതിയിൽ മനസ്സിലാക്കാവുന്നതാണ്. ഇനി അടുത്ത ശുദ്ധിയായിട്ട് ഗുരു പറഞ്ഞിട്ടുള്ളത് ഗൃഹശുദ്ധിയാണ്. പഞ്ചശുദ്ധികളിൽ ആദ്യത്തെ 4 ശുദ്ധികൾ നമ്മുടെ വ്യക്തിത്വത്തിന്റെ ശുദ്ധിയാണെങ്കിൽ, ഗൃഹശുദ്ധി എന്ന് പറയുന്നത് സാമൂഹ്യ ശുചിത്വത്തെ കുറിക്കുന്നു. സാമൂഹ്യമായ ശുചിത്വം ആരംഭിക്കുന്നത് ഓരോ വ്യക്തിയുടെയും വാസസ്ഥലത്ത് വെച്ചാണ്. ഓരോ വ്യക്തിയുടെയും വാസസ്ഥലം, ഓരോ വ്യക്തിയുടെയും വീട് ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ അതിലൂടെ സമൂഹത്തിന്റെ ശുദ്ധിയും ഉണ്ടാകുന്നു. ഇപ്പൊ ഗൃഹശുദ്ധി എന്ന് പറയുന്ന പഞ്ചശുദ്ധിയിൽ 5-ാമത്തെ ശുദ്ധിക്ക് ആവശ്യമായ കാര്യങ്ങൾ 97, 98 ശ്ലോകങ്ങളിൽ ഗുരുദേവൻ പറയുന്നു. ശ്ലോകം 97: അന്തഃസൂര്യാംശു സംവാദ ശുദ്ധവായു സമാശ്രയഃ അശുചി ദ്രവ്യ നിഷ്കാസ സർവദോ നിത്യമാർജനം പര്യന്തേ മൂത്രവിഷ്ടാദേരനുത്സർഗ സുഗന്ധിഭിഃ സായം പ്രാതർധൂപനം ച ഗൃഹശുദ്ധികരാണി ഷഡ്.
ഷഡ് ഗൃഹശുദ്ധികാരാണ്. ഷഡ് ഗൃഹശുദ്ധികരാണ്. ഗൃഹശുദ്ധിക്ക് 6 ഉപായങ്ങളുണ്ട് എന്ന് ഗുരു പറയുന്നു. ഷഡ് എന്ന് പറഞ്ഞാൽ 6 ഉപായങ്ങൾ. ഒന്നാമത്തെ കാര്യമാണ് സൂര്യാംശു സമ്പാദ. നമ്മുടെ വീട്ടില് നല്ല സൂര്യപ്രകാശം വരുന്ന രീതിയിൽ വീടിന്റെ നിർമ്മാണം ക്രമീകരിക്കണം. രണ്ടാമത്തെ കാര്യമാണ് ശുദ്ധവായു സമാശ്രയ. ശുദ്ധമായ വായു എന്ന് പറഞ്ഞാൽ വീട്ടിൽ വായു സഞ്ചാരം ഉണ്ടാകണം. വായുവിനെ തടഞ്ഞു നിർത്താൻ പാടില്ല. വായുവിന്റെ സഞ്ചാര ദിശയിൽ വായു സ്വതന്ത്രമായിട്ട് സഞ്ചരിച്ച് തടസ്സങ്ങളില്ലാതെ മറുഭാഗത്തോടു കൂടി പോകാനുള്ള വ്യവസ്ഥ വീട്ടിലുണ്ടായിരിക്കണം. ഇതിനെയാണ് ശുദ്ധവായു സമാശ്രയ എന്ന് പറയുന്നത്. അടുത്തത് മൂന്നാമത്തെ കാര്യമാണ് അശുചി ദ്രവ്യ നിഷ്കാസ. വീട്ടില് അശുദ്ധങ്ങളായ ഒരു വക സാധനങ്ങളും ഉണ്ടായിരിക്കരുത്. എല്ലാ അശുദ്ധ ദ്രവ്യങ്ങളെയും ഒഴിവാക്കണം. അപ്പൊ അശുദ്ധ ദ്രവ്യങ്ങൾ ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നാലാമതായിട്ട് പറയുന്നു സർവതഃ നിത്യമാർജനം. എല്ലായിടത്തും, വീടിന്റെ എല്ലായിടത്തും, എല്ലാ പരിസരങ്ങളിലും, എല്ലാ ചുറ്റുപാടും, വീടിനുള്ളിലൊക്കെ നിത്യവും തൂത്തുവാരി തുടച്ച് വൃത്തിയാക്കണം എന്ന് പറയുന്നു. ഇതൊക്കെ വളരെ നമുക്ക് മനസ്സിലാക്കാവുന്ന, നമ്മൾ എല്ലാ ദിവസവും അനുഷ്ഠിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇവയെ നമുക്ക് വിസ്തരിച്ച് ആഴത്തിൽ ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങളല്ല. ഇനി പറയുന്നു, അഞ്ചാമതായിട്ട് പറയുന്നു പര്യന്റെ മൂത്രവിഷ്ടാദേ അനുത്സർഗ. വീടിന്റെ പരിസരങ്ങളിൽ പക്ഷിമൃഗാദികളുടെ കാഷ്ടം, മലമൂത്രാദികൾ അവയില്ലാതിരിക്കണം. കാരണം പണ്ടത്തെ കാലത്ത്, ഈ കൃതി എഴുതുന്ന കാലത്ത്, അന്ന് ഇന്നത്തെ പോലെ വ്യാപകമായ രീതിയിൽ ശൗചാലയങ്ങള് അല്ലെങ്കിൽ ബാത്ത് അറ്റാച്ച്ഡ് റൂമുകൾ ഇവയില്ലായിരുന്നു. അപ്പൊ വീടിന്റെ പറമ്പിലായിരുന്നു ആൾക്കാര് ശൗചത്തെ നിർവഹിക്കുന്നത്. ഗുരു അന്നേ പറയുന്നുണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യരുത്. പര്യന്റെ വീടിന്റെ പരിസരങ്ങളിൽ മലമൂത്രാദി വിസർജനങ്ങൾ ഉണ്ടാകരുത്. ഇത് ഗൃഹശുദ്ധിയുടെ അഞ്ചാമത്തെ ഘടകമാണ്. ഇത്രയും ഈ 5 ഘടകങ്ങളും സാമാന്യമായിട്ട് നമുക്ക് എല്ലാവർക്കും അനുഷ്ഠിക്കാവുന്ന ഘടകമാണ്. ഇപ്പൊ ഗൃഹശുദ്ധി എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കേവലം ഹൈജീനിക്, അതിനെ മാത്രം ശുദ്ധിയായിട്ട് മനസ്സിലാക്കരുത്. നല്ല തൂത്തുവാരി വൃത്തിയാക്കി മിനുക്കി വെക്കുന്നത് മാത്രമല്ല ശുദ്ധി. ശുദ്ധി എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ ഒരു അന്തരീക്ഷത്തെ ഉണ്ടാക്കുക, അതും ശുദ്ധിയാണ്. നമ്മുടെ മനസ്സിനെ സാത്വികമായ ഭാവത്തിലേക്ക്, നമ്മുടെ മനസ്സിനെ ശാന്തമായ ഭാവത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അന്തരീക്ഷത്തെ ഉണ്ടാക്കുക. ആ അന്തരീക്ഷത്തെ ഉണ്ടാക്കാൻ ഇപ്പറഞ്ഞ 5 ഘടകങ്ങളും സഹായകരമാണ്. പക്ഷെ ആ അന്തരീക്ഷത്തിൽ ഒരു ആധ്യാത്മിക ഭാവത്തെ കൂടി കൊണ്ടുവന്നാല് ശുദ്ധീകരണ പ്രക്രിയ പൂർത്തിയാവുകയുള്ളൂ. നമ്മളെ വീട്ടിൽ ഈ പറഞ്ഞ 5 ഘടകങ്ങളെയും ആശ്രയിച്ച് നല്ല രീതിയിൽ നമ്മൾ വൃത്തിയാക്കി വെച്ചു വീടുകൾ. പക്ഷെ ആ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ ബാഹ്യമായ ലോകത്ത്, പുറത്ത് വ്യവഹാരത്തിന് വളരെയധികം തിരക്ക് പിടിച്ച ജീവിതമാണ്. പകലന്തിയോളം നമ്മൾ കഷ്ടപ്പെടുന്നു ഓരോ മേഖലകളിൽ. വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിനെ ഒരല്പം പ്രശാന്തതയിലേക്ക് നയിക്കാനുള്ള ഒരു അന്തരീക്ഷം വീടിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ആ അന്തരീക്ഷത്തെ നമുക്ക് ഏതെങ്കിലും ഒരു വസ്തുക്കൾ കൊണ്ട്, അതായത് എന്തെങ്കിലും ഈ പറഞ്ഞ എന്തെങ്കിലും ലിക്വിഡ് കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് നമുക്ക് ആ അന്തരീക്ഷത്തെ ഉണ്ടാക്കാൻ സാധിക്കില്ല. മറിച്ച് ഒരു ആധ്യാത്മികമായ അന്തരീക്ഷത്തെ ഉണ്ടാക്കുക ആധ്യാത്മികമായ ചര്യകൾ വീട്ടിൽ അനുഷ്ഠിക്കുമ്പോഴാണ്. അപ്പൊ ആ അന്തരീക്ഷം നമ്മുടെ മനസ്സിനെ സ്വസ്ഥമാക്കും, ശാന്തമാക്കും. നമുക്ക് മനസ്സിലാക്കാൻ വളരെ ലളിതമായ ഒരു സാധാരണ ഒരു ഉദാഹരണത്തെ ചിന്തിച്ചു കഴിഞ്ഞാല്, അപ്പുറത്തും ഇപ്പുറത്തും, റോഡിന്റെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് കെട്ടിടമുണ്ടെന്ന് കരുതുക. ഒരു കെട്ടിടം ഒരു വലിയ ഷോപ്പിംഗ് മാളാണ്. ആ ഷോപ്പിംഗ് മാൾ വളരെ വൃത്തിയായിട്ട് അവർ കൊണ്ടു നടക്കുന്നു. ഈ പറഞ്ഞ എല്ലാ രീതിയിലും അത് ശുചിത്വമുള്ളതാണ്. റോഡിന്റെ മറുവശത്ത് ഒരു ക്ഷേത്രമാണ്, ഒരു ഗുരുമന്ദിരമാണെന്ന് കരുതുക. ആ ക്ഷേത്രം ഇതേപോലെ ശുദ്ധമാണ്, വളരെ പവിത്രമായിട്ട് വൃത്തിയാക്കി കൊണ്ട് നടക്കുന്നു എന്ന് കരുതും. നമ്മൾ മാനസികമായ ഒരു അസ്വസ്ഥതയോടു കൂടി, ഒരല്പം ആശങ്കയോടു കൂടി എന്തെങ്കിലും പ്രശ്നങ്ങൾ ചിന്തിച്ച് ആശങ്കാകുലമായ മനസ്സോടു കൂടി നമ്മൾ ഈ ഷോപ്പിംഗ് മാളിലേക്ക് കയറി, അവിടെയും ശുദ്ധിയുണ്ട്. ഈ അമ്പലത്തിലേക്ക് കയറി, അവിടെയും ശുദ്ധിയുണ്ട്. പക്ഷെ ഈ അമ്പലത്തിലേക്ക്, ഈ ക്ഷേത്രത്തിലേക്ക് കയറിയ സമയത്ത് ഒരല്പം
ആശ്വാസം നിശ്ചയമായിട്ട് നമ്മുടെ മനസ്സിന്. കാരണം ക്ഷേത്രത്തിന്റെ ശുദ്ധി എന്ന് പറയുന്നത് അതിന്റെ ആധ്യാത്മികമായ അന്തരീക്ഷത്തെ കൂടി ആശ്രയിച്ചിരിക്കും. അപ്പൊ അതിനെ കൂടി ഗുരു പറയുകയാണ് ആറാമത്തെ ഘടകമായിട്ട്. സുഗന്ധിഭിഹി സായം പ്രാതഃ ച സുഗന്ധിഭിഹി ധൂപനം ച ഷഡ്ഗൃഹ ശുദ്ധികരാണി. സായം പ്രാതഃ ച സുഗന്ധിഭിഹി ധൂപനം ച. വീട്ടില് രാവിലെയും വൈകുന്നേരവും സുഗന്ധ ദ്രവ്യങ്ങളെ കൊണ്ട് വീട് പുകയ്ക്കണം എന്ന് പറയും. സുഗന്ധദ്രവ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് സുഗന്ധദ്രവ്യങ്ങൾ കിട്ടാറുണ്ട്. നമ്മൾ ഇന്നത്തെ കാലത്ത് അഗർബത്തി, ചന്ദനത്തിരികൾ. പക്ഷെ ആ ചന്ദനത്തിരികളിലൊക്കെ പലതരം കാര്യങ്ങൾ ചേർന്നിരിക്കുന്നതിനാൽ അതിന്റെ പുക പലർക്കും സുഖകരമാകില്ല. അതുകൊണ്ട് പഴയ കാലത്ത് വീടുകളിൽ നിത്യവും പുകച്ചിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഘടകങ്ങളുണ്ട്. ഇന്നും അത് നമുക്ക് ലഭ്യമാണ്. ഉദാഹരണത്തിന് അഷ്ടഗന്ധം എന്ന് പറയുന്നു. അഷ്ടഗന്ധം വിവിധ പ്രകാരത്തിലുള്ള 8 വൃക്ഷങ്ങളുടെ ഭാഗങ്ങളെ ചേർത്ത് ഉണ്ടാക്കുന്നതിന് അഷ്ടഗന്ധം എന്ന് പറയുന്നത്. അകിൽ, ചന്ദനം, രാമച്ചം എന്നിങ്ങനെ വിവിധ വൃക്ഷലതാദികളുടെ ഭാഗങ്ങൾ ചേർത്ത് അഷ്ടഗന്ധമുണ്ട്. അതേപോലെ തന്നെ ദശാംഗമുണ്ട്. ഇതൊക്കെ അങ്ങാടിക്കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ച് ഒരു ചട്ടിയിൽ കനലിട്ട് അതിൽ പുകച്ചു കഴിഞ്ഞാൽ നമുക്ക് ചന്ദനത്തിരി തുടങ്ങിയവയിൽ ചേർത്തിരിക്കുന്ന പല പ്രിസർവേറ്റീവ്സും അത് നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നത് പോലെ ഇത് ഉണ്ടാക്കില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾ രാവിലെയും വൈകിട്ടും ദിവസവും വീട്ടിൽ പുകയ്ക്കുക എന്ന് ഗുരു പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതിലൂടെ നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? വീട്ടിൽ ഒരു ആധ്യാത്മികമായ അന്തരീക്ഷത്തെ ഉണ്ടാക്കും. അപ്പൊ വീട്ടിൽ ആധ്യാത്മികമായ അന്തരീക്ഷം ഉണ്ടാകണമെങ്കിൽ അവിടെ നിത്യവും എന്തെങ്കിലും ഈശ്വരാരാധന നടന്നിരിക്കണം. അപ്പൊ നമ്മൾ ഈ വിഷയം പഞ്ചമഹായജ്ഞത്തിന്റെ ഭാഗമായിട്ട് കൂടുതൽ ചർച്ച ചെയ്യുന്നുണ്ട്. എങ്കിലും ഒരു ആമുഖമായിട്ട് പറയാം. നിത്യവും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു അനുഷ്ഠാനത്തെ, എന്തെങ്കിലും ഒരു ആചാരത്തെ നടന്നിരിക്കണം. പണ്ട് കാലത്ത് ഭാരതത്തില് വലിയ വലിയ മഹായജ്ഞങ്ങൾ, മഹായാഗങ്ങൾ എമ്പാടും നടന്നിരുന്നു. അപ്പൊ ഒരു വീടിനെ സംബന്ധിച്ച് നിത്യവും വീട്ടിലൊരു മഹായാഗം ചെയ്യാൻ സാധിക്കില്ല, വലിയൊരു യജ്ഞം ചെയ്യാൻ സാധിക്കില്ല. അപ്പോഴെന്ത് ചെയ്യുന്നു? ആ യാഗത്തെ ചുരുക്കി ഹോമം എന്ന് പറയുന്ന സമ്പ്രദായത്തിലേക്ക് കൊണ്ടുവന്നു. ഈ യാഗം എന്ന് പറയുന്നത് സാമൂഹ്യമായ തലത്തിൽ ചെയ്യുന്ന വലിയൊരു ആചാരമാണെങ്കിൽ ഹോമം എന്ന് പറയുന്നത് നിത്യവും നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന ചടങ്ങാണ്. ആ യാഗത്തെ ചുരുക്കി വീട്ടിലേക്ക് കൊണ്ടുവന്നു. നിത്യവും അഗ്നിയെ ജ്വലിപ്പിച്ച് ആ അഗ്നിയിലേക്ക് നമ്മൾ ഈശ്വരനെ, ഭഗവാനെ സങ്കല്പിച്ച് എന്തെങ്കിലുമൊക്കെ ആഹുതികളെ കൊടുക്കുന്നു. ഇത് നിത്യവും ചെയ്യുന്ന കർമ്മമാണ്. ഈ നിത്യവും ചെയ്യുന്ന ഹോമത്തെയാണ് അഗ്നിഹോത്രം എന്നൊക്കെ പറയുന്നത്. ഭാരതത്തിലെമ്പാടും ഒരു കാലത്ത് അഗ്നിഹോത്രം വ്യാപകമായിരുന്നു. എല്ലാ ഗൃഹസ്ഥാശ്രമികളും നിർബന്ധമായി നിത്യം അവരുടെ വീടിന് രാവിലെ അഗ്നിഹോത്രം ചെയ്തിരുന്നു. ആ അഗ്നിഹോത്രത്തിലൂടെ ഉണ്ടാകുന്ന ഒരു ആധ്യാത്മിക അന്തരീക്ഷം ആ കുടുംബാംഗങ്ങളുടെ മനസ്ഥിതിയെ ചെറുതായ രീതിയിലല്ല സ്വാധീനിച്ചത്. ആ കുടുംബാംഗങ്ങളുടെ മനസ്ഥിതിയെ അവരുടെ വീടുമായിട്ട് വലിയ ഒരു വൈകാരിക ബന്ധമുണ്ടാക്കാനും ആ വീടിന്റെ സാത്വികമായ അന്തരീക്ഷത്തെ ആശ്രയിച്ച് അവർക്ക് മാനസികമായ ഉയർച്ചയ്ക്കും ഇത്തരം ആചാരങ്ങൾ ഒരുപാട് സഹായകരമായിരുന്നു. അങ്ങനെ കാലം മുന്നോട്ട് പോയ സമയത്ത് എല്ലാ വീടുകളിലും എല്ലാ ദിവസവും ഹോമം അഥവാ അഗ്നിഹോത്രം ചെയ്യുക എന്നുള്ളത് പ്രായേണ പല കാരണങ്ങളാൽ, സാമൂഹ്യമായ കാരണങ്ങളാൽ, മനുഷ്യന്റെ ജീവിതത്തിന്റെ തിരക്ക്, ആ കാരണങ്ങളാൽ, ഇനി ജാതിപരമായ കാരണങ്ങളാൽ, പല കാരണങ്ങളാൽ നിത്യഹോമം അഥവാ നിത്യാഗ്നിഹോത്രം എന്നുള്ളത് ലോപിച്ചുപോയി. അപ്പൊ ഈ അഗ്നിഹോത്രം ലോപിച്ചത് കൊണ്ടാണ് പിന്നീട് അതിന്റെ ഒരു പ്രതീകമായിട്ട് വിളക്ക് കൊളുത്തുന്ന സംസ്കാരം നമ്മൾ ആരംഭിച്ചത്. ആ അഗ്നിഹോത്രത്തിന് പകരമായിട്ട് രാവിലെയും വൈകിട്ടും ചില സ്ഥലങ്ങളിൽ ത്രിസന്ധ്യ കാലങ്ങളിലും വിളക്ക് കൊളുത്തുന്നു. ഈ നിത്യവും വിളക്ക് കൊളുത്തുക എന്നുള്ളതിൽ മാത്രമാണ് സാമാന്യമായ രീതിയിൽ നമ്മുടെ കേരളീയ സമൂഹത്തിൽ ഇന്ന് അനുഷ്ഠാനം നടക്കുന്നത്. ഇന്ന് കേരളീയ സമൂഹത്തില് നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങള് വീടുകളിൽ എന്താണ് നടക്കുന്നത്? രാവിലെയോ വൈകിട്ടോ. പണ്ട് രാവിലെയും വൈകിട്ടും സ്ഥിരമായി വെക്കുമായിരുന്നു. ഇപ്പോൾ ചുരുങ്ങി സന്ധ്യാസമയത്ത് മാത്രം ഒരു വിളക്ക് കൊളുത്തുക എന്ന രീതിയിലേക്ക് നമ്മുടെ ആചാരം പരിമിതപ്പെട്ടു. ആചാരം മീൻസ് വീടുകൾ കേന്ദ്രീകരിച്ചൊരു അനുഷ്ഠാനം പരിമിതപ്പെട്ടു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അതുകൊണ്ട് വീടിന്റെ ഉള്ളിൽ ആ ആധ്യാത്മിക അന്തരീക്ഷം നഷ്ടപ്പെട്ടു. ബാക്കി എല്ലാ ശുദ്ധിയും ഉണ്ട്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വളരെ പൊടിപടങ്ങളില്ല, എല്ലാം നല്ല തുടച്ച് മിനുക്കി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. പക്ഷെ ആ ശുദ്ധി നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കില്ല.
മനസ്സിന് ഒരു പരിധി വരെ മാത്രമേ സ്വാധീനിക്കൂ. പക്ഷെ നമ്മുടെ മനസ്സിന്റെ പ്രശ്നങ്ങളെ, മനസ്സിന്റെ ആകുലതകളെ മാറ്റാൻ തക്ക ഒരു സാത്വികമായ കരുത്ത് ആ ശുദ്ധിക്ക് ഉണ്ടാകില്ല. അങ്ങനെ ഒരു സാത്വികമായ അന്തരീക്ഷം നിർബന്ധപൂർവ്വം നാം വീടുകളിൽ ചെയ്തേ പറ്റും. അതിനുവേണ്ടി എന്ത് ചെയ്യണം? അതിനുവേണ്ടി നിത്യവും എന്തെങ്കിലും ഒരു അനുഷ്ഠാനത്തെ കൊണ്ടുവരണം. ആ അനുഷ്ഠാനത്തിന്റെ ഭാഗമായിട്ട് സുഗന്ധദ്രവ്യങ്ങളെ പുകയ്ക്കുക. ഇപ്പൊ പൂജയില് പഞ്ചോപചാര പൂജയുടെ ഭാഗമായിട്ടാണ് ഈ ധൂപത്തെ നമ്മൾ കാണിക്കുന്നത്. ധൂപം എന്ന് പറഞ്ഞാൽ ഇത്തരം ദ്രവ്യങ്ങൾ ഇട്ട് പുകച്ച പുക. അപ്പൊ നിത്യവും നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ വീട്ടിലൊരു പഞ്ചോപചാര പൂജ ചെയ്തുകൂടാ? സ്വാമി തൃപ്പാദങ്ങളുടെ ഗുരുവിന്റെ ചിത്രം വെച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ട ദേവതകളുടെ ചിത്രം അതുണ്ടെങ്കിൽ അതും വെച്ച് നിത്യവും രാവിലെയും വൈകിട്ടും ഒരു ലഘു പഞ്ചോപചാര പൂജ ചെയ്യുന്നു. ഇനി ശിവഗിരി മഠം തന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി വിശേഷമായ ഒരു സമയത്തെ പറഞ്ഞിട്ടുണ്ട്. സ്വാമി തൃപ്പാദങ്ങൾ തിരുവവതാരം ചെയ്തിരിക്കുന്ന 6 മുതൽ 6:30 വരെ ഉള്ളിലെ സമയം, ആ സമയത്തെ പ്രഭാതത്തിൽ, ആ സമയത്തെ തിരുവവതാര മുഹൂർത്തം എന്നൊരു മുഹൂർത്തമായിട്ട് കൽപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് തിരുവവതാര മുഹൂർത്ത പ്രാർത്ഥനയുണ്ട്. അപ്പൊ നമുക്ക് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് 6 മണിക്ക് ഗുരുവിന് മുമ്പിൽ ഒരു വിളക്ക് കൊളുത്തി ഗുരുപുഷ്പാഞ്ജലി മന്ത്രങ്ങൾ ചൊല്ലി തീർച്ചയായിട്ടും ഒരു അർച്ചന, ഗുരുപുഷ്പാഞ്ജലി അർച്ചന നിത്യവും നമ്മുടെ വീട്ടിൽ ചെയ്യാൻ സാധിക്കും. അതിന് നാം ഒന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി. അല്ലാതെ വേറെ യാതൊരു ബുദ്ധിമുട്ടോ കഷ്ടപ്പാടോ നമുക്ക് അതിനില്ല. ഒരല്പം പുഷ്പത്തെ സമാഹരിക്കുക. ഇനി 108 മന്ത്രങ്ങളിൽ എല്ലാ മന്ത്രങ്ങളിലും പുഷ്പങ്ങൾ ഇടാൻ പ്രയാസമാണെങ്കിൽ 10 പുഷ്പത്തെ എടുക്കുക. എന്നിട്ട് ഓരോ 10 മന്ത്രങ്ങൾ വരുമ്പോൾ ഓരോ പുഷ്പം കൊടുക്കുക, അർച്ചിക്കുക ഭഗവാനിൽ. അങ്ങനെ 108 മഹാമന്ത്രങ്ങളെ ചൊല്ലി ഒരു പുഷ്പാർച്ചന, ഗുരുപുഷ്പാഞ്ജലി അർച്ചന ഈ പ്രഭാതത്തിൽ 6 മുതൽ 6:30 വരെയുള്ള സമയത്ത് ചെയ്യാം. അതുപോലെ തന്നെ സാധിക്കുകയാണെങ്കിൽ നിത്യവും നമുക്ക് നമ്മുടെ വീട്ടിൽ ശാന്തി ഹവനം ചെയ്യാം. ഒരു ചെറിയ ചട്ടിയിൽ അല്പം ഇന്ധനമിട്ട്, വിറകോ ചിരട്ടയോ തൊണ്ടോ അല്പമിട്ട് അഗ്നി ജ്വലിപ്പിച്ച് ഈ ഹോമമന്ത്രത്തെ മാത്രം ചൊല്ലി, ബാക്കിയൊരു മന്ത്രവും ചൊല്ലാതെ ഗുരുർ ബ്രഹ്മ എന്ന് ആരംഭിച്ച് പിന്നീട് ഹോമമന്ത്രത്തെ മാത്രം ചൊല്ലി 8 തവണയോ അതിൽ കൂടുതലോ ചൊല്ലി ദ്രവ്യങ്ങളെ അർപ്പിച്ച് പൂർണ്ണമത ചൊല്ലി നമുക്ക് അവസാനിപ്പിക്കാം. ഏറ്റവും ലഘുവായ ഒരു ശാന്തി ഹവനം അത് നിത്യവും ചെയ്യാം. അത് നിത്യവും ചെയ്യാൻ പ്രയാസമാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ ഞായറാഴ്ചയോ ചെയ്യാം. അപ്പൊ ഈ രീതിയിൽ നമ്മുടെ വീടുകളിൽ ലഘുവായ രീതിയിലുള്ള ഈശ്വരാരാധന അനുഷ്ഠാനത്തെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആധ്യാത്മികമായ ശുദ്ധീകരണം വീട്ടിൽ നടക്കും. നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ നാം ഇതിനെയെല്ലാം വളരെ ഭയപ്പാടോടുകൂടി കാണുന്നു. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു പൂജ ആരംഭിച്ചാൽ, ഹോമം ആരംഭിച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാർത്ഥന ആരംഭിച്ചാൽ അതിന് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന മാനസികമായ ഒരു സ്ഥിതിയാണ് നമുക്കുള്ളത്. ആ മാനസികമായ സ്ഥിതിയിലേക്ക് നമ്മെ നയിച്ചതിന് പല കാരണങ്ങളുമുണ്ട്. അത് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഈശ്വരനെ നമ്മൾ ഏത് പ്രകാരത്തിൽ എങ്ങനെ ആരാധിച്ചാലും യാതൊരു ദോഷവുമില്ലെന്ന് മനസ്സിലാക്കും. നമ്മുടെ എല്ലാ പ്രകാരം നമ്മുടെ ജന്മജന്മാന്തരങ്ങളായുള്ള സകല പാപകർമ്മങ്ങളെയും ഭഗവാൻ ക്ഷമിച്ചിരിക്കുന്നു. ഭഗവാൻ കർമ്മഫല ദാതാവാണെന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ കർമ്മങ്ങൾക്ക് ഫലം സ്വമേധയാ വരുന്നതല്ല. കർമ്മങ്ങൾക്ക് ഫലം ഒരിക്കലും സ്വമേധയാ വരില്ല. കാരണം ഫലം ഇറ്റ്സെൽഫ് ഒരു ജഡമാണ്. ജഡത്തിന് സ്വമേധയാ അതിന്റെ ഉടമസ്ഥനിലേക്ക് സഞ്ചരിക്കാൻ കഴിയില്ല. ആ കർമ്മഫലത്തെ യാഥാതത്യതു അർത്ഥാൻ ശാശ്വതി യാഥാതത്യതു അർത്ഥാൻ വിരതാത് എന്ന് ഈശാവാസ്യ ഉപനിഷത്തിന്റെ മൂലത്തിൽ പറയുന്നു. എല്ലാവർക്കുമുള്ള എല്ലാ കാര്യങ്ങളെയും തുല്യമായിട്ട് ഭഗവാൻ വീതിച്ചു കൊടുക്കുന്നു. ഓരോരുത്തർക്കും എന്താണ് ആവശ്യം അതിനനുസരിച്ച് വീതിച്ചു കൊടുക്കുന്നു. അർത്ഥം എന്താണ്? അർത്ഥം ഭഗവാൻ കർമ്മഫല ദാതാവാണ്. നാം ചെയ്യുന്ന കർമ്മങ്ങൾ ഫലരൂപത്തിൽ നമ്മുടെ അടുത്തേക്ക് വരുന്നത് ഭഗവാന്റെ കയ്യൊപ്പോടു കൂടിയാണ്. നമ്മുടെ എല്ലാ കർമ്മഫല അനുഭവത്തിലും ഈശ്വരന്റെ കയ്യൊപ്പുണ്ട്. അങ്ങനെ ഈശ്വരന്റെ കയ്യൊപ്പുള്ളത് കൊണ്ടാണ് നമ്മുടെ കർമ്മഫലത്തിൽ ഒരു ലാളിത്യവും ഒരു മിതത്വമുള്ളത്. അല്ലെങ്കിൽ നാം ചെയ്യുന്ന കർമ്മം അതേപോലെ ഫലരൂപത്തിൽ വരികയാണെങ്കിൽ നമുക്ക് താങ്ങാൻ കഴിയില്ല. അത്ര ഘോരമായ കർമ്മങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ജന്മജന്മാന്തരങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ കർമ്മഫലം വരികയാൽ നമുക്ക് ഒരിക്കലും അതിനെ താങ്ങാനുള്ള ശക്തി ലഭിക്കില്ല. അതുകൊണ്ട് ഈശ്വരൻ എന്ത് ചെയ്യുന്നു? അതൊന്ന് ഫിൽട്ടർ ചെയ്യുന്നു. നമുക്ക് അനുഭവിക്കാവുന്ന രീതിയിൽ ഒന്ന് മിതമാക്കിയിട്ട് മാത്രമേ നമ്മുടെ നല്ലതും മോശവുമായതായ കർമ്മഫലങ്ങളെ നമ്മളിലേക്ക് എത്തിക്കുന്നു. ഈശ്വരൻ
അപാര കാരുണ്യമുള്ള, അപാര കാരുണ്യവാനാണ് ഈശ്വരൻ എന്ന് മനസ്സിലാക്കുക. കാരുണ്യ സാഗരനാണ്. അങ്ങനെയുള്ള ഭഗവാൻ എങ്ങനെയാണ് നമ്മളുടെ ഒരു വിളക്ക് തിരി കിഴക്കോ പടിഞ്ഞാറോ മാറിപ്പോയാൽ ഉടനെ ഈശ്വരൻ എങ്ങനെയാണ് നമ്മെ ശപിക്കുക? അയ്യോ, കരിന്തിരി കത്തി, ഈശ്വര കോപം ഉണ്ടാവും. എങ്ങനെയാ കോപം ഉണ്ടാവും? നമ്മുടെ വലിയ അതിക്രൂരമായ കർമ്മത്തെ പോലും ഭഗവാന് ക്ഷമിക്കാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ ചെറിയ ചെറിയ തെറ്റിനെ ഭഗവാൻ ക്ഷമിക്കാതിരിക്കും. അപ്പൊ ഇത്തരം മാനസിക ഭാവങ്ങളൊക്കെ മാറ്റിവെച്ച് ഇത് വടക്കോട്ടിടണോ തെക്കോട്ടിടണോ, അല്ലെങ്കിൽ അങ്ങോട്ടാക്കണോ ഇങ്ങോട്ടാക്കണോ, ഇത്തരം യാതൊരു പ്രസക്തിയും ഇല്ലാത്ത കാര്യങ്ങളിൽ നമ്മുടെ ബുദ്ധി പോകാതെ. കാരണം നമ്മളൊരു അനുഷ്ഠാനത്തെ കൊണ്ടുവരുമ്പോൾ ഏറ്റവും ആദ്യം ഒരു പ്രസക്തിയും ഇല്ലാത്ത കാര്യങ്ങളിൽ നമ്മുടെ ബുദ്ധി പോകും. വാഴയുടെ ഇല അങ്ങോട്ട് വെക്കണോ ഇങ്ങോട്ട് വെക്കണോ, ഫോട്ടോ തെക്കോട്ടാണോ വടക്കോട്ടാണോ. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ലേഖനം കണ്ടു, ഗുരുവിന്റെ ഫോട്ടോ വെക്കുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ പറയും. ഒന്ന് നോക്കൂ, ആലോചിച്ച് നോക്കൂ, എങ്ങനെയൊക്കെയാണ് ജനങ്ങളെ പേടിപ്പിക്കുന്നത്. അവർക്ക് ആചാരങ്ങളിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കും അവർ പോകുന്നതിന് പകരം അവരെ 100,000 കാര്യങ്ങൾ പറഞ്ഞവരെ പേടിപ്പിച്ച് ഭയപ്പെടുത്തി ഇതിൽ നിന്നെല്ലാം അവർ അകറ്റിയിരിക്കുക. ഫലത്തിൽ എന്ത് സംഭവിക്കുന്നു? ഫലത്തിൽ സാമൂഹ്യമായ തലത്തിൽ ഈ ആധ്യാത്മികമായ ഭാവങ്ങൾ ഉയരേണ്ടുന്ന, ശിവാലയങ്ങളായി തീരേണ്ടുന്ന ഓരോ വീടുകളും ആ വീടുകളിൽ നിന്ന് ഈ ആധ്യാത്മിക ഭാവത്ത് നഷ്ടപ്പെടുന്നു. വീടുകളിൽ നിന്ന് ആധ്യാത്മിക ഭാവം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നാം ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് വീടിനെയാണ്. നാം 24 hours ഗുരുമന്ദിരത്തിൽ പോയിരിക്കുന്നില്ല, 24 hours ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയിരിക്കുന്നില്ല. നാം പരിപൂർണമായിട്ട് നമ്മുടെ ആശ്രയസ്ഥാനം നമ്മുടെ വീടുകളാണ്. ആ വീടിനെ ഒരു ക്ഷേത്രത്തിന്റെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരാൻ ഇത്തരം ഘടകങ്ങൾ തടസ്സം നിൽക്കും. അതുകൊണ്ട് ഒരിക്കലും അത്തരം ഘടകങ്ങൾക്ക് ഒരു പ്രസക്തിയും കൊടുക്കാതെ ശുദ്ധമായ മനോഭാവത്തോടു കൂടി രാവിലെയും വൈകിട്ടും നിർബന്ധമായും ലഘുവായ ഒരു ഈശ്വരാരാധനയെ വീട്ടിൽ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ആധ്യാത്മികമായ ശുദ്ധി വരുന്നു. ഈ ആധ്യാത്മികമായ ശുദ്ധിയെ സൂചിപ്പിക്കുവാനാണ് സായം പ്രാതഹച്ച സുഗന്ധിഭിഹി ധൂപനം എന്ന് ഗുരു പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും രാവിലെയും വൈകിട്ടും സുഗന്ധ വസ്തുക്കളെ കൊണ്ട് വീടും പരിസരവും പുകയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ആധ്യാത്മികമായ ശുദ്ധിയെ വീട്ടിൽ കൊണ്ടുവരാതെ ബാക്കി എന്ത് ശുചിത്വമുണ്ടെങ്കിലും അത് നമ്മുടെ വ്യക്തിഭാവത്തിന്റെ പൂർണ്ണ വികാസത്തിന് ഉതകില്ല. ഇതിനെല്ലാം ചേർത്ത് ഈ സൂര്യാംശു സമ്പാദക തൊട്ട് സുഗന്ധ ധൂപനം വരെയുള്ള ഈ 6 കാര്യങ്ങളിൽ സമ്യക്കായിട്ട് നല്ല രീതിയിൽ നമ്മൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഗൃഹശുദ്ധിയെ നമുക്ക് നിലനിർത്താം. അപ്പൊ ഇത്രയും പഞ്ചശുദ്ധിയുടെ അർത്ഥങ്ങളായിട്ട് മനസ്സിലാക്കി പഞ്ചശുദ്ധിയെ ഉപസംഹരിക്കുകയാണ് 99ാമത്തെ ശ്ലോകത്തിൽ. പറയുന്നു, യശുദ്ധി പഞ്ചകമിതം ചരതി പ്രശസ്തമാരോഗ്യ നിത്യസുഖഹേതുകമാത്മനീനം ദീർഘായുരൂർജിത വപുസ്സതത പ്രസന്ന ബുദ്ധിർയുവേവ പുരുഷോ ഭവതീഹ ലോകേ. ഛന്ദസ് മാറി. അപ്പൊ ഇതിന്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നത്, ഏതൊരു വ്യക്തിയാണോ ആയുരാരോഗ്യ സുഖദായകവും ആത്മഹിതവും തന്റെ വ്യക്തിത്വത്തിന് ഹിതവുമായിട്ടുള്ള ഈ ശുദ്ധി പഞ്ചകത്തെ ആചരിക്കുന്നവൻ, അവൻ ഈ ലോകത്ത് ഊർജസ്വലനായും യശസ്വിയായും ദീർഘായുസ്സോടുകൂടിയും ആരോഗ്യമുള്ള വ്യക്തിയായും ഭവിക്കുന്നു. അപ്പൊ ഒരു ഫലശ്രുതിയെ പറയുക, ഈ പഞ്ചശുദ്ധി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ നമുക്ക് യശസ്വിയായിട്ടിരിക്കാം, ദീർഘ ആയുസ്സോടു കൂടിയിരിക്കാം, അത്രയും കാലം ആരോഗ്യത്തോടു കൂടിയിരിക്കാം, ഊർജസ്വലനായിട്ടിരിക്കാം എന്നീ കാര്യങ്ങൾ ഗുരു പറയുന്നു. ഗുരുവിന്റെ വചനങ്ങളായതുകൊണ്ട് ഇത് പരിപൂർണമായും സത്യമാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. അപ്പൊ ഇത്രയും പറഞ്ഞു തൃതീയ അധ്യായത്തെ ഉപസംഹരിക്കുകയാണ്. തൃതീയ അധ്യായത്തിന് ശേഷം 4ാമത്തെ അധ്യായമാണ് സൂതകധർമ്മം. സൂതകം എന്നാണ് അധ്യായത്തിന്റെ പേര്. അതിനോടുകൂടി മലയാളത്തിൽ പ്രസവ ശുശ്രൂഷ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. വാസ്തവത്തിൽ അധ്യായത്തിന്റെ പേരായിട്ട് നാം ഗ്രഹിക്കേണ്ടത് സൂതകം എന്നിനെ തന്നെയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ 4ാമത്തെ അധ്യായത്തിൽ നമ്മൾ മൊത്തം ശ്രീനാരായണ ധർമ്മത്തെ എല്ലാ അധ്യായങ്ങളെയും പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ 4ാമത്തെ അധ്യായത്തിന്റെ ആദ്യ ഭാഗം മറ്റുള്ള അധ്യായങ്ങളിൽ നിന്ന് അല്പം വിലക്ഷണമായി തീരും. അല്പം വിലക്ഷണമായി നമുക്ക് തോന്നിയേക്കാം, ഇതെന്താണ് ഈ അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? കാരണം ആദ്യം മുതൽ ധർമ്മത്തിന്റെ നിർവചനം തൊട്ട് ധർമ്മത്തിന്റെ അനുഷ്ഠാനം തൊട്ട് ആശ്രമധർമ്മങ്ങളെ പറഞ്ഞിരിക്കുന്ന ഈ ഗ്രന്ഥത്തിൽ ഇതിൽ നിന്നൊക്കെ വിലക്ഷണമായിട്ട് ഈ അധ്യായം ചേർക്കേണ്ടുന്ന കാര്യമുണ്ടോ എന്ന് ചിന്തിച്ചേക്കാം. വാസ്തവത്തിൽ ഈ അധ്യായം
ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം മുന്നോട്ട് അടുത്ത അധ്യായങ്ങൾ തൊട്ട് ആശ്രമ ധർമ്മങ്ങളെ പറയുന്ന അധ്യായങ്ങൾ തൊട്ട് ആ അധ്യായങ്ങളുടെ അടിത്തറ നിൽക്കുന്നത് ഈ 4-ാമത്തെ അധ്യായത്തിലാണ്. കാരണം ഒരു മനുഷ്യന്റെ ജീവിതം ആരംഭിക്കുന്നത് തന്നെ ഗർഭാവസ്ഥയിലാണ്. ഗർഭകാലത്തെ അവന്റെ മാനസികവും ശാരീരികവുമായ സംസ്കരണ പ്രക്രിയ അവന്റെ മുന്നോട്ടുള്ള ജീവിതത്തെ, വിദ്യാരംഭ കാലം, അതിനുശേഷമുള്ള ഗൃഹസ്ഥാശ്രമ ജീവിതത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നു. അതുകൊണ്ട് ചതുർത്ഥ അധ്യായത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഈ ചതുർത്ഥ അധ്യായത്തിന്റെ പേര് എന്ന് പറയുന്നത് സൂതകം എന്നാണ്. ഈ സൂതകത്തിന് ഇവിടെ ഒരു മലയാള പരിഭാഷയായിട്ട് പ്രസവ ശുശ്രൂഷ എന്ന് കൊടുത്തിരിക്കുന്നു. വാസ്തവത്തിൽ സൂതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള അനുഷ്ഠാനത്തെ, അനവധി അനുഷ്ഠാനങ്ങളിൽ രണ്ട് അനുഷ്ഠാനങ്ങളെ പറയുന്നു. നമ്മുടെ മലയാളത്തിന്റെ ഭാഷയിലാണെങ്കിൽ വാലായ്മ അല്ലെങ്കിൽ പുല എന്നൊക്കെ പറയുന്നു. ഈ വാലായ്മ പുല എന്ന് പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു അശുദ്ധിയുണ്ട്, നമുക്ക് എന്തോ ഒരു അശുദ്ധി സംഭവിച്ചെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് വാസ്തവത്തിൽ അശുദ്ധിയല്ല, മറിച്ച് അത് ഒരു സംസ്കരണ പ്രക്രിയയായിട്ട് മനസ്സിലാക്കുക. അതിന്റെ മറ്റ് അനാവശ്യമായ ഘടകങ്ങളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ, സമൂഹം പിൽക്കാലത്ത് അടിച്ചേൽപ്പിച്ച അനാവശ്യമായ ഘടകങ്ങളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ, ഈ രണ്ട് ആചരണങ്ങളും സമൂഹത്തിന്റെയും വ്യക്തിയുടെയും ഒരു ശൗചത്തിന് വേണ്ടി ചെയ്തതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു വീട്ടിലൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഇത്ര ദിവസത്തേക്ക് ആ വീട്ടുകാരൊക്കെ അനുഷ്ഠിക്കേണ്ടുന്ന ചില ചടങ്ങുണ്ട്, ചില ആചരണങ്ങളുണ്ട്. അതിനെയാണ് വാലായ്മ എന്ന് പറയുന്നത്. ഈ വാലായ്മയുടെ ഒരു സംസ്കൃത പേരാണ് സൂതകം എന്ന വാക്കിന്റെ അർത്ഥം. ഇനി ഒരു വീട്ടിൽ ആരെങ്കിലും മരിച്ചുപോയി, മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ബന്ധുക്കൾ ആചരിക്കേണ്ടുന്ന ചില ആചരണങ്ങളുണ്ട്. അതിനെയാണ് പുല എന്ന് പറയുന്നത്. ഈ പുല എന്ന വാക്കിന്റെ സംസ്കൃത പേരാണ് പാതകം. നമ്മുടെ കൊലപാതകത്തിലെ പാതകമല്ല, പാതകം ഒരു ആചരണ വിശേഷമാണ്. സൂതക് ഓർ പാതക്. സൂതക് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നിശ്ചിത ദിവസങ്ങൾ ആചരിക്കേണ്ട കാര്യങ്ങൾ, അമ്മയും അച്ഛനും വീട്ടുകാരും എല്ലാവരും ചേർന്ന് അതിന് സൂതകം എന്ന് പറയുന്നു. ഇനി ഒരു വീട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവരുടെ ബന്ധുക്കൾ നിശ്ചിത ദിവസം ആചരിക്കേണ്ടുന്ന കാര്യങ്ങൾ, അതിനെ പാതകം എന്ന് പറയുന്നു. യഥാക്രമം മലയാളത്തില് വാലായ്മ പുല എന്ന് പറയും. ഇതാണ് സൂതക ശബ്ദത്തിന്റെ ഒരു അർത്ഥം. നമ്മൾ സൂതകത്തിന്റെ ഈ ഒരു താല്പര്യത്തെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ ഈ അധ്യായത്തെ ഒരു കേവലം തീർത്തും ഒരു ബൗദ്ധികമായ തലത്തിൽ മാത്രം ഇതിന്റെ അർത്ഥത്തെ ഗ്രഹിക്കും. അതൊരു ബൗദ്ധികമായ രീതിയിലുള്ള ഒരു പ്രസവ ശുശ്രൂഷ മാത്രമാണ് എന്നുള്ള രീതിയിൽ അർത്ഥം ഗ്രഹിക്കും. അതുകൊണ്ടാണ് സൂതകം എന്ന അർത്ഥത്തിന്റെ ആ വാക്കിനൊരു അർത്ഥത്തെ നമ്മൾ ചിന്തിച്ചത്. ഇപ്പൊ നോക്കൂ, ഈ അധ്യായത്തിൽ ആദ്യത്തെ ശ്ലോകങ്ങൾ നോക്കൂ. ശ്ലോകം 100. ശിഷ്യ ഊജുഹു, ശിഷ്യന്മാർ പറയുകയാണ്, ഭഗവൻ സർവതത്വജ്ഞ സർവപ്രാണിദയാപരാ ഭവതോദിതമാകർണ്യ ധർമ്മം സർവമനോഹരം പരം മുകരയത്യസ്മാൻ ജിജ്ഞാസാദഃ പരസ്യ ച തസ്മാത് സൂതിമുഖാൻ ധർമാൻ വ്യാസേനോപദിശാധുനാ. 102 ശ്ലോകം. ഗുരുരുവാച ശൃണ്വധ്വമവധാനേന സദാചാരപരായണ പ്രസൂതി വിഷയാൻ ധർമാൻ വക്ഷ്യാമ്യനതിവിസ്തരം. ഭഗവാൻ സർവതത്വജ്ഞ സർവപ്രാണി ദയാപര ഭവതോദിതം, ഭവതാ ഉദിതം, അങ്ങയാൽ പറയപ്പെട്ട, ഭവത എന്ന് പറഞ്ഞ തൃതീയ വിഭക്തിയാണ്, അങ്ങയാൽ പറയപ്പെട്ട സർവമനോഹരം ധർമ്മം ആകർണ്യ, ഏറ്റവും ശ്രേഷ്ഠമായ ഈ ധർമ്മപഞ്ചകത്തെയും യജ്ഞപഞ്ചകത്തെയും അതിനു മുമ്പേ ഉള്ള ധർമാർത്ഥ കാര്യങ്ങളെയും കേട്ടിട്ട്, ആകർണ്യ കേട്ടിട്ട്, അതഃ പരസ്യ ജിജ്ഞാസ അസ്മാൻ പരം മുഖരേതി, ഇനി ഇതിനുമുപരിയായ ധർമ്മസംബന്ധിയായ കാര്യങ്ങളെ കുറിച്ച് കേൾക്കാൻ ഞങ്ങൾ വളരെയധികം ജിജ്ഞാസുക്കളായിട്ടിരിക്കും. ആ ശിഷ്യന്മാരുടെ ജിജ്ഞാസയാണ് ഗുരുനാഥന്മാര് വലിയ ദർശനങ്ങളെ തരുവാൻ ഹേതുവായിരിക്കുന്നത്. ഒരു ജിജ്ഞാസയും ഇല്ലാത്ത ശിഷ്യനോട് ഗുരു എന്തെങ്കിലും പറയുന്നു. ഗുരു പറഞ്ഞു കൊടുത്ത കാര്യങ്ങളിൽ വലിയ സന്തോഷത്തെ രേഖപ്പെടുത്തി കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നു എന്ന് വ്യക്തമാക്കുമ്പോഴാണ് ആചാര്യ മുഖത്തിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ വരുന്നത്.
ശിഷ്യന്മാർ എന്ത് പറയുന്നു? തസ്മാത്ത് സൂതിമുഖാൻ ധർമാൻ വ്യാസേന അധുന ഉപദിശ. അതുകൊണ്ട് സൂതിമുഖാൻ ധർമ്മം, പ്രസവധർമ്മത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ വ്യാസേന വിസ്തരിച്ച് അധുന ഇപ്പോൾ ഉപദിശ, ഇപ്പോൾ തന്നെ ഉപദിശിച്ചാൽ. അവര് ഈ കാര്യങ്ങളെ കുറിച്ച് കേൾക്കുവാൻ വേണ്ടി അത്യധികം ജിജ്ഞാസുക്കളായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഗുരുനാഥ, ഇത്രയും അങ്ങ് ധർമ്മപഞ്ചകത്തെയും ശുദ്ധിപഞ്ചകത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, 1-2 ആഴ്ച നമുക്ക് ക്ലാസ്സിന് ഒരു ഇടവേള വെക്കാം, അത് കഴിഞ്ഞ് പിന്നീട് മതി എന്നല്ല പറഞ്ഞത്. മറിച്ച് എന്താണ് പറഞ്ഞത്? അധുന. അധുന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം കേൾക്കാൻ വേണ്ടിയിട്ട് വലിയ ജിജ്ഞാസുക്കളായിരിക്കുകയെന്ന് പറയും. അപ്പൊ ഗുരുവിന് വലിയ സന്തോഷമായി തന്റെ ശിഷ്യന്മാരുടെ അറിവിനെ അറിയാനുള്ള ഈ താല്പര്യം കണ്ടിട്ട്. ഗുരു പറയുകയാണ്, ഗുരുരുവാച, ശിഷ്യന്മാരെ പ്രശംസിക്കുകയാണ്. സദാചാര പരായണ, സദാചാര നിരതന്മാരായ ശിഷ്യന്മാരെ പ്രസൂതി വിഷയാൻ ധർമാൻ അനതിവിസ്തരം, പ്രസവധർമ്മത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് സംക്ഷിപ്തമായിട്ട് ചുരുക്കി പറഞ്ഞുതരാം. വക്ഷ്യാമി, ഞാൻ പറയുന്നുണ്ട്. അവധാനേന ശൃണുദ്ധം, ശ്രദ്ധയോടുകൂടി കേട്ടാലും എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ഒരു മനുഷ്യൻ ജനിക്കുന്നു, ജീവിക്കുന്നു. നമ്മളെല്ലാവരും ജനിച്ചു, ജീവിക്കുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ തുടക്കം വാസ്തവത്തിൽ എവിടെയാണ്? ജീവിതത്തിലെ തുടക്കം എന്ന് പറയുന്നത് ഗർഭാവസ്ഥയിലാണ്. അപ്പൊ ഗർഭാവസ്ഥയിൽ സമാരംഭം കുറിച്ച് മരണപര്യന്തമുള്ള നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമുക്കുള്ള അപ്രോച്ച്, സമീപനം എന്താണ്? എല്ലാവർക്കും അവരവരുടെ ജീവിതത്തെ കുറിച്ചൊരു സമീപനം ഉണ്ടാകും. ആ സമീപനത്തിന്റെ ആധാരത്തിലാണ് അയാൾ ജീവിക്കുന്നത്. അപ്പൊ ചോദ്യം, ഈ ജീവിതം എവിടെ നിന്നാണ് സമാരംഭം കുറിച്ചത്? ഈ ജീവിതം സമാരംഭം ഞാൻ ജനിച്ചു എന്ന് പറയുന്നത് എപ്പോഴാണ്? അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വന്ന നിമിഷമല്ല നമ്മൾ ജനിച്ചത്. നമ്മൾ ജനിച്ചത് ഗർഭാവസ്ഥയിലാണ്. അപ്പൊ ആ ഗർഭാവസ്ഥ തൊട്ട് മരണപര്യന്തമുള്ള ജീവിതത്തെ കുറിച്ച്, ആ ജീവിതത്തെ കുറിച്ച് നമ്മുടെ സമീപനം എന്താണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാലേ നമുക്ക് ഈ അധ്യായങ്ങളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ഇപ്പൊ സാമാന്യ രീതിയിൽ ഇന്നത്തെ മനുഷ്യരുടെയൊക്കെ ഈ പറഞ്ഞ മീൻസ് ഗർഭാവസ്ഥ തൊട്ട് മരണപര്യന്തമുള്ള തന്റെ ജീവിതം, ആ ജീവിതത്തോട് സാമാന്യ രീതിയിലുള്ള മനുഷ്യരുടെ സമീപനം എന്താണ്? ഒരു കുഞ്ഞ് ജനിച്ച സമയത്ത് അത് അച്ഛനെയും അമ്മയും ആശ്രയിക്കുന്നു. അച്ഛനും അമ്മയും അവനെ പരിപാലിക്കുന്നു. ആ കുഞ്ഞിന് അറിവ് കൊടുക്കുന്നു, സ്കൂളിൽ പറഞ്ഞയക്കുന്നു. അതിനുശേഷം സ്വന്തം കാലിൽ നിൽക്കാൻ അവനെ പര്യാപ്തനാക്കുന്നു. ആ കുഞ്ഞിന് നല്ലൊരു ജോലി ലഭിക്കുന്നു, വരുമാനം ഉണ്ടാകുന്നു. വരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? അനുയോജ്യമായ ഒരു ജീവിത പങ്കാളിയെ തേടുന്നു, വിവാഹം കഴിക്കുന്നു. സ്ത്രീയാണെങ്കിൽ പുരുഷനെ, പുരുഷനാണെങ്കിൽ സ്ത്രീയെ വിവാഹം കഴിച്ച് അതിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു. തന്റെ അച്ഛനും അമ്മയും എങ്ങനെയാണ് തന്നെ പരിപാലിച്ചത് അതിനെ അനുവർത്തിച്ചുകൊണ്ട് ഈ യുവതി തന്റെ കുഞ്ഞിനെ പരിപാലിക്കുന്നു. അവനെയും ഇതേപോലെ വിദ്യ കൊടുക്കുന്നു, സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തനാക്കുന്നു, വിവാഹ സംസ്കാരത്തിലേക്ക് പറഞ്ഞയക്കുന്നു, എല്ലാം ചെയ്യുന്നു. അപ്പൊ ഇത്രയുമാണ് സാമാന്യ മനുഷ്യരുടെ ജീവിതത്തോടുള്ള സമീപനം. നോക്കൂ, ഇതല്ലാതെ നമുക്ക് ജീവിതത്തോട് വേറെ എന്തെങ്കിലും സമീപനമുണ്ടോ? നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രയത്നങ്ങളും ഇത്തരം ഘടകങ്ങളാണ് ആശ്രയിച്ചിരിക്കുന്നത്. പഠിക്കുക, ഉയർന്ന അറിവ് നേടുക, ജോലി നേടുക, സമ്പത്ത് ആർജിക്കുക, വിവാഹം കഴിക്കുക, കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുക, ആ കുഞ്ഞുങ്ങളെ വീണ്ടും ശ്രേഷ്ഠമായ വഴിയിലേക്ക് കൊണ്ടുപോവുക. ശ്രേഷ്ഠമായ വഴി മീൻസ് അച്ഛനും അമ്മയും ആ കുഞ്ഞിനെ ഏത് മാർഗത്തിലേക്ക് ഉയർത്താൻ ആഗ്രഹിക്കുന്നു അവരെ സംബന്ധിച്ച് അതാണ് ശ്രേഷ്ഠത. അങ്ങനെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക. അപ്പൊ ഈ ചക്രത്തിലാണ് സാമാന്യ ജനങ്ങളുടെയൊക്കെ ജീവിതത്തോടുള്ള സമീപനം, എല്ലാവരുടെ സമീപനം. ഇതൊന്നും മാറി ആരും ചിന്തിക്കുന്നില്ല. ജോലി നേടുക, വിവാഹം കഴിക്കുക, സന്താനങ്ങൾ ഉത്പാദിപ്പിക്കുക, അവരെ പഠിപ്പിക്കുക, അവർക്ക് ജോലി നേടിക്കൊടുക്കുക, അവരുടെ വിവാഹം കഴിപ്പിക്കുക. ഈ ചക്രം ഇങ്ങനെ കറങ്ങി വരും. ഈ ചക്രത്തിലാണ് ഇന്നത്തെ സാമാന്യരായിട്ടുള്ള എല്ലാ മനുഷ്യരുടെയും
ഈ ചക്രത്തെ ആശ്രയിച്ചാണ് അവരുടെ ജീവിതത്തോടുള്ള സമീപനം എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇങ്ങനെ ഈ ഒരു സമീപനത്തിനപ്പുറത്ത് നമ്മുടെ ജീവിതത്തിന് ആധ്യാത്മികമായ ഒരു ഉദ്ദേശവും ഒരു ലക്ഷ്യവും ഉണ്ടോ? നമുക്ക് ജീവിതത്തിൽ അങ്ങനെ ഒരു സമീപനമുണ്ടോ? ഈ പറഞ്ഞിരിക്കുന്ന സാമാന്യമായ ചക്രത്തിനപ്പുറത്ത് നമ്മുടെ ജീവിതത്തിന് ഒരു ആധ്യാത്മികമായ ഒരു ഉദ്ദേശമുണ്ടോ, ഒരു ലക്ഷ്യമുണ്ടോ? അതായത് ഏതെങ്കിലും ഒരു അദൃഷ്ട സത്തയ്ക്ക്, അദൃഷ്ട സത്ത മീൻസ് നമ്മുടെ ജീവിതം ദൃഷ്ടമായിരിക്കുന്ന കാര്യങ്ങൾ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നു. പക്ഷെ ഈ ദൃഷ്ടമായിരിക്കുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്ത് ഏതെങ്കിലും ഒരു അദൃഷ്ട സത്തയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സ്വാധീനമുണ്ട്. നാം ജനിച്ചു എന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ ജന്മത്തിന്റെ പുറകിൽ ദൈവികമായ എന്തെങ്കിലും വിധാനങ്ങളുണ്ടോ? ദൈവികമായ മീൻസ് കേവലം ഒരു ഭൗതികമായ ഒരു സ്ത്രീയും പുരുഷന്റെയും ശാരീരികമായ സംബന്ധം, അതിലൂടെ മാത്രം ജനിച്ചു എന്ന ഭൗതിക നിർവചനത്തിന്റെ അപ്പുറത്ത് നാം ജനിക്കാൻ ഏതെങ്കിലും ഒരു ആധ്യാത്മികമായ ദൈവികമായ എന്തെങ്കിലും ഒരു വിധാനങ്ങളുണ്ട്? നമ്മുടെ ജന്മത്തിന്റെ പുറകിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ജീവിതത്തിന്റെ ആത്യന്തികമായ ഉദ്ദേശം അത് ആധ്യാത്മികമായ ഉന്നതിയാണോ, അല്ലെങ്കിൽ ഒരു ഈശ്വര സത്തയ്ക്ക് എൻ്റെ ജീവിതത്തിൽ സ്വാധീനമുണ്ടോ? ആ ഈശ്വര സത്തയുടെ ഒരു നിയോഗമാണോ എൻ്റെ ജന്മത്തിന്റെ കാരണം? ഈ രീതിയിൽ ജീവിതത്തോട് സമീപനം ഉണ്ടാകുമ്പോൾ മാത്രമേ നാം സൂതക ധർമ്മത്തിലൂടെയും ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിലൂടെയും നമ്മുടെ ജീവിതത്തെ സംസ്കരിക്കാൻ ശ്രമിക്കും. അല്ലാതെ ഒരാൾ തന്നെ ജീവിതത്തെ സംസ്കരിക്കാൻ ശ്രമിക്കില്ല. സംസ്കരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തില് ശവസംസ്കാരം എന്ന രീതിയിൽ സംസ്കാരത്തെ അർത്ഥമെടുക്കരുത്. കാരണം ഞാൻ ഈ വാക്ക് മറ്റൊരു സ്ഥലത്ത് പ്രയോഗിച്ചു, സംസ്കരിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഒരു വിദ്യാർത്ഥി ലാസ്റ്റ് ചോദിച്ചു, സ്വാമിജി എന്താണ് അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചു. സംസ്കരിക്കുക എന്ന് പറയുമ്പോൾ ശുദ്ധീകരിക്കുക എന്ന് മനസ്സിലാക്കാം. നമ്മുടെ ജീവിതത്തെ നമുക്ക് സൂതകാദി ധർമ്മങ്ങള്, ഗൃഹസ്ഥാശ്രമാദി ധർമ്മങ്ങള്, ബ്രഹ്മചര്യ ഗാർഹസ്ഥ്യ സന്യാസാദി ധർമ്മങ്ങൾ, ആ ധർമ്മങ്ങളിലൂടെ, യജ്ഞപഞ്ചകത്തിലൂടെ, ശുദ്ധി പഞ്ചകത്തിലൂടെ, ധർമ്മ പഞ്ചകത്തിലൂടെ നാം അനുഷ്ഠിച്ച് സംസ്കരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തോടുള്ള സമീപനം കേവലം ജനിക്കുക, പഠിക്കുക, ജോലി നേടുക, വിവാഹം കഴിക്കുക, കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുക, അവരെ പഠിപ്പിക്കുക, അവരെ നല്ല നിലയിലേക്ക് എത്തിക്കുക എന്നത് മാത്രമാണെങ്കിൽ ഇതിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല. ഇത് പ്രസക്തമാകണമെങ്കിൽ ജീവിതത്തിനോടുള്ള സമീപനം മാറണം. ആ സമീപനത്തിൽ അധിഷ്ഠമായ കാര്യങ്ങൾക്ക്, അധിഷ്ഠമായ സത്തകൾക്ക് പ്രാധാന്യമുണ്ട് എന്നുള്ള തിരിച്ചറിവിലേക്ക് വരണം. ആധ്യാത്മികമായ ഒരു ഉദ്ദേശം ഈ ജീവിതത്തിനുണ്ട് എന്ന തിരിച്ചറിവിലേക്ക് വരണം. എന്ന തിരിച്ചറിവിലേക്ക് വന്നാൽ മാത്രമേ നാം ഈ ധർമ്മത്തെ ജീവിതത്തിൽ ആചരിക്കൂ. അല്ലാത്ത പക്ഷം സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യരും എങ്ങനെയാണോ ഈ പറഞ്ഞ രീതിയിൽ ഇന്നത്തെ കാലത്ത് മുന്നോട്ട് പോകുന്നത് അതേപോലെ നാം മുന്നോട്ട് പോകും. മാത്രമല്ല ഇത്തരം കാര്യങ്ങളെ അനുഷ്ഠിക്കുവാൻ സൂതകാദി അല്ലെങ്കിൽ ഗാർഹസ്ഥ്യ ധർമാദി കാര്യങ്ങൾ അനുഷ്ഠിക്കുവാൻ നമ്മുടെ മുമ്പിൽ എന്താണ് പ്രമാണം? നമ്മൾ സമൂഹത്തിൽ നോക്കുന്ന സമയത്ത് സമൂഹത്തിൽ ഇതൊന്നും നടക്കുന്നില്ല. സമൂഹത്തിൽ സാമാന്യമായിട്ട്, വിശേഷമായിട്ട് ചില സ്ഥലങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ സാമാന്യമായിട്ട് നോക്കൂ, സമൂഹത്തിൽ ഇത്തരം ധർമ്മങ്ങൾ നടക്കുന്നുണ്ടോ? നിത്യവും ആചാരാനുഷ്ഠാനങ്ങൾ നടക്കുന്ന വീടുകളെ കാണുന്നുണ്ടോ? അല്ലെങ്കിൽ നിത്യവും ഈ പറയുന്ന രീതിയിലുള്ള സൂതകാദി ധർമ്മങ്ങളെ പരിപാലിക്കുന്ന ഗൃഹങ്ങളെ കാണുന്നുണ്ടോ? അപ്പൊ സമൂഹത്തിൽ സാമാന്യമായി നോക്കുമ്പോൾ ഇതൊന്നുമില്ല. സമൂഹത്തിലുള്ളത് നാം നേരത്തെ പറഞ്ഞ രീതിയിലുള്ള സമീപനം, അതിനെ ആധാരമാക്കിയുള്ള കർമ്മങ്ങൾ മാത്രമേ സമൂഹത്തിൽ കാണാൻ സാധിക്കൂ. അപ്പൊ ഇത്തരം കാര്യങ്ങളെ, ഈ ധർമ്മങ്ങളെ അനുഷ്ഠിക്കുവാനുള്ള പ്രമാണം സമൂഹമല്ല, സമൂഹത്തിലില്ല. പിന്നെ എന്താണ് പ്രമാണം? പിന്നെ പ്രമാണം ഏതെങ്കിലും ഒരു ഭരണഘടനയാണ്. ഇപ്പൊ നമ്മുടെ ഭാരതീയ ന്യായ സംഹിതകളും ഇന്ത്യൻ ഭരണഘടന, ആ ഭരണഘടനയിലാണോ നമ്മൾ ഓരോ വ്യക്തിയും ഈ രീതിയിൽ ജീവിക്കണമെന്ന് വിവക്ഷ ചെയ്തത്? ഇല്ല, ഭരണഘടനയിലും പറഞ്ഞിട്ടില്ല. അപ്പൊ ധർമാചരണത്തിന് അനുഷ്ഠാന പഞ്ചകങ്ങളെയും സൂതകാദി ധർമ്മത്തെയും നാം ആചരിക്കണമെങ്കിൽ അതിനുള്ള പ്രമാണം എന്താണ്? അതിനുള്ള പ്രമാണം കേവലം ഗുരുവചനം മാത്രമാണ്. സ്വാമി തൃപ്പാദങ്ങൾ ശ്രീനാരായണ ധർമ്മം കൃതിയിലൂടെ ഇത് നമ്മോട് അനുഷ്ഠിക്കുവാൻ പറഞ്ഞു. അതാണ് നമ്മെ സംബന്ധിച്ച പ്രമാണം. കാരണം സത്യസാക്ഷാത്കാര സമ്പന്നരായ, സത്യസാക്ഷാത്കാരം നേടിയ ഋഷിവര്യന്മാര്, ആ ഋഷിവര്യന്മാർ ഒരു വ്യക്തിയുടെയും ഒരു സമുദായത്തിന്റെയും സമൂഹത്തിന്റെയും അഭ്യുദയത്തെ കാംക്ഷിച്ചുകൊണ്ട്, ഉന്നതിയെ കാംക്ഷിച്ചുകൊണ്ട്
അവരുടെ ജീവിതത്തെ സംസ്കരിച്ച് ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുവാൻ അവരെ പ്രാപ്തരാക്കാൻ ഇത്തരം ധർമ്മങ്ങളെ ഉപദേശിക്കുന്നു. ആ ധർമ്മത്തെ ഉപദേശിക്കുവാൻ ഹേതുവായതെന്ത്? ആ ഋഷിമാർ നേടിയ സത്യസാക്ഷാത്കാരത്തിന് അനുഭവമാണ്. കഷ്ടം ദീനം പിടിച്ചോ മതിരിയത് കുടിച്ചോ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ നദിയിൽ മുഴുകുവാൻ കാലമായി വന്നത് ഇപ്പോഴൊന്ന് ഗുരു പറയുന്നു. ഗുരു അനുഭവിച്ച ആ അനുഭൂതി, ആ ഈശ്വരീയ അനുഭൂതിയിലേക്ക് ഓരോ ജീവനെയും ഓരോ വ്യക്തിയെയും കൈപ്പിടിച്ച് ഉയർത്തണം എന്നത് ഗുരുവിന്റെ നിശ്ചയമാണ്, ഗുരുവിന്റെ അനുകമ്പയാണ്. അല്ലാതെ കേവലം ഞാൻ മാത്രം ആ അനുഭൂതിയിൽ ഇരുന്നാൽ മതി എന്ന് കരുതി ഗുരു മാറിയുന്നില്ല. അപ്പൊ ആ അനുഭൂതിയിലേക്ക് നമ്മെ ഉയർത്തണമെങ്കിൽ ഒറ്റയടിക്ക് സാധിക്കില്ല. നമ്മുടെ വ്യക്തിത്വത്തിന്റെ എല്ലാ തലങ്ങളെയും സംസ്കൃതമാക്കണം, ശുദ്ധീകരിക്കണം. അങ്ങനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഗുരുക്കന്മാര് ഗുരുനാഥന്മാര് സ്മൃതി ഗ്രന്ഥങ്ങളിലൂടെ ശൗചത്തെയും ഇത്തരം അനുഷ്ഠാന പഞ്ചങ്ങളെയും സൂതകാദി ധർമ്മങ്ങളെയും നമുക്ക് വേണ്ടി ഉപദേശിച്ചത്. അപ്പൊ അവരുടെ ഉപദേശമാണ് നമുക്ക് പ്രമാണം. ഇത് പറയാൻ കാരണം എന്താണ്? ഇത് പറയാൻ കാരണം നമ്മുടെ ചുറ്റുപാടിൽ ആരും ചെയ്യുന്നില്ലല്ലോ. ഇക്കാലത്ത് ഇതൊന്നും പ്രായോഗികമല്ലല്ലോ, ഇതൊന്നും ആരും ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ഒരു സമൂഹം നമുക്ക് ഒരിക്കലും ആചരണ വിഷയത്തിൽ പ്രമാണമാകരുത്. സമൂഹം എന്ത് ചെയ്താലും എന്ത് ചെയ്തില്ലെങ്കിലും നമുക്കത് പ്രമാണമല്ല. ആചരണ വിഷയത്തിൽ ഏതെങ്കിലും നിയമത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതും പ്രമാണമല്ല. നമ്മെ സംബന്ധിച്ച പ്രമാണം സത്യസാക്ഷാത്കാര അനുഭൂതിയോടുകൂടി സ്വാമി തൃപ്പാദങ്ങൾ നമ്മുടെ അഭ്യുദയത്തിന് വേണ്ടി ഗ്രന്ഥങ്ങളിലൂടെ കൃതികളിലൂടെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് പ്രമാണം. അതിനെ നാം അനുവർത്തിക്കണം, നിശ്ചയമായിട്ടും അതിനെ ആചരിക്കണം. നോക്കൂ, ഇനി ഇതൊന്നും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ, ഏത് ഈ പറയുന്ന പോലെ ഈശ്വരോപാസനയോ അല്ലെങ്കിൽ മറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഈശ്വരന്റെ കൃപ നമ്മളിൽ ഉണ്ടാകും. ഒരു വ്യക്തി, ഒരു സമൂഹത്തിൽ ഒരു വ്യക്തി, ആ വ്യക്തി ഒരിക്കലും ഈ പറയുന്ന രീതിയിൽ ആചരണ അനുഷ്ഠാനങ്ങളിലൂടെ സംസ്കൃതമാകാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ജീവിതത്തോടുള്ള സമീപനം വെച്ച് അങ്ങനെ ജീവിക്കുന്നു. അങ്ങനെ ഒരു വ്യക്തിയിലും ഈശ്വരന്റെ കൃപയുണ്ടാകും. ഇതിനെ ആചരിക്കുന്ന വ്യക്തിയിലും ഈശ്വരന്റെ കൃപയുണ്ടാകും. പക്ഷെ ആചരിക്കുന്ന വ്യക്തിയിൽ ഈശ്വരന്റെ കൃപ ഉണ്ടാകുന്ന രീതി മാറും. അതെങ്ങനെയാണ്? ഇപ്പൊ നമ്മള് സൂര്യന്റെ അനുഗ്രഹം സാമാന്യമായിട്ട് എല്ലാ ജനങ്ങളിലും ലഭിക്കുന്നുണ്ട്, എല്ലാവരും ലഭിക്കുന്നുണ്ട്. സൂര്യനെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും, സൂര്യനെ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും, ആരാധിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ സൂര്യൻ എല്ലാവർക്കും തുല്യമായ രീതിയിൽ പ്രകാശത്തെ കൊടുക്കുന്നു, ഊർജത്തെ കൊടുക്കുന്നു. ആ വീട്ടുകാർക്ക് എന്നോട് ഇച്ചിരി ബഹുമാനക്കുറവുണ്ട്, എന്നാൽ ഇച്ചിരി പ്രകാശം കുറച്ചേക്കാം എന്ന് പറഞ്ഞ് സൂര്യൻ പ്രകാശം കുറയ്ക്കുന്നുണ്ട്. ബാക്കി എല്ലാ വീട്ടിലും നല്ല പ്രകാശം കൊടുത്ത് ആ വീട്ടിൽ പ്രകാശം കൊടുക്കുന്നില്ല. ആ വീട്ടുകാരന് വലിയ ദൈവവിശ്വാസമൊന്നുമില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യും, അവൻ തുണിയൊക്കെ അലക്കി ഉണങ്ങാൻ വേണ്ടി അയയിൽ ഇട്ടിരിക്കുകയാണ്. അവന്റെ പരിസരത്ത്, അവന്റെ പറമ്പിലേക്ക് മാത്രം ഞാൻ പ്രകാശം കൊടുക്കുന്നില്ല, അവന്റെ തുണി അങ്ങനെ പെട്ടെന്ന് ഉണങ്ങണ്ട എന്ന് സൂര്യൻ കരുതുന്നുണ്ടോ? സൂര്യനെ സംബന്ധിച്ച് എല്ലാവർക്കും തുല്യമായ അനുഗ്രഹം, ഈശ്വരവിശ്വാസിയായാലും അല്ലെങ്കിലും, തന്നെ ആരാധിച്ചാലും ഇല്ലെങ്കിലും സാമാന്യമായ രീതിയിൽ എല്ലാവർക്കും തുല്യമായ അനുഗ്രഹം കൊടുക്കുന്നു. ഇനി ഒരു വ്യക്തി ആ സൂര്യനോട് ദൈവികമായൊരു ഭാവം വെക്കുന്നു, വൈകാരികമായ അടുപ്പം വെക്കുന്നു, ഒരു ആരാധനാഭാവം വെച്ചൊരു ഉപാസകനായി തീർന്ന് സൂര്യനെ ഭഗവാനായി സങ്കല്പിച്ച് ഉപാസിക്കാൻ ആരംഭിക്കുന്നു, ഒരു സൂര്യോപാസകനായിട്ട് മാറുന്നു. ആ വ്യക്തിയുടെ ഉപാസനയുടെ ഫലം വിശേഷമായിട്ട് ആ വ്യക്തി ലഭിക്കുന്നു. വിശേഷമായ കൃപ ആ വ്യക്തിയിൽ വന്നു ചേരുന്നു. ഇതര മനുഷ്യരെ അപേക്ഷിച്ച് അവന് വിശേഷമായ രീതിയിൽ സൂര്യഭഗവാൻ അനുഗ്രഹം ലഭിക്കുന്നു, നിശ്ചയമാണ്. നാം ഏത് ദൈവിക സത്തയോടും ഒരു വൈകാരിക ബന്ധം വെച്ച് ആ ദൈവിക സത്യയെ നാം ആരാധിക്കുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ദൈവിക സത്യയുടെ വിശേഷമായ ഒരു അനുഗ്രഹം നമുക്ക് വന്നു ചേരും. സാമാന്യമായിട്ട് എല്ലാ മനുഷ്യർക്കും ഈശ്വരന്റെ അനുഗ്രഹം ലഭ്യമാണ്. അങ്ങനെ ലഭ്യമായത് കൊണ്ടാണ് നമ്മളെല്ലാവരും ഇന്ന് അസ്തിത്വവാന്മാരായിട്ട് ഇവിടെ ഉള്ളത്. എന്നാൽ വിശേഷമായിട്ട് ഈശ്വരനുമായിട്ട് അടുക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയിൽ വിശേഷമായ കൃപ, അനുഗ്രഹം വന്നു ചെയ്യും. അതുകൊണ്ട് നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറുപ്പകാലത്ത് തന്നെ അവരുടെ ജീവിതത്തോടുള്ള സമീപനത്തിൽ ഒരു ഈശ്വരീയ ഭാവത്തെയും ആധ്യാത്മികമായ ഭാവത്തെയും ബോധപൂർവം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാം. ചെറുപ്പത്തിൽ അവരുടെ ജീവിതത്തെ കേവലം ഭൗതികമായ പദാർത്ഥങ്ങളെ ആർജിക്കുക, അതിൽ വ്യവഹരിക്കുക, അതിൽ ജീവിക്കുക എന്നതിനെ മാത്രം പരിമിതപ്പെടുത്താതെ, ഈ പറയുന്ന ആശയത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനെ ഉപേക്ഷിക്കാമെന്നല്ല, അതിൽ മാത്രം പരിമിതപ്പെടുത്താതെ ചില അദൃഷ്ട സത്തകൾ, ചില ദൈവിക നിയമങ്ങൾ ഈ ലോകത്തുണ്ട്.
ആ ദൈവിക നിയമങ്ങളുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു സഹവർത്തിത്വ ഒരു ബന്ധം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് വലിയ രീതിയിൽ ഒരു ഉന്നതി കൈവരും എന്ന സത്യത്തെ പറഞ്ഞു കൊടുത്ത് ആ സത്യത്തിന്റെ ആധാരത്തിൽ അവരെ കുഞ്ഞുനാളിലെ വളർത്താൻ വേണ്ടിയിട്ടാണ് പ്രാചീന ഋഷിവര്യന്മാർ മഹാഗുരുക്കന്മാർ സൂതഗാദി ധർമ്മങ്ങളെ പറഞ്ഞിട്ടുള്ളത്. അത് കേവലം ഒരു ശുശ്രൂഷ എന്ന തലത്തിൽ മാത്രം നമുക്ക് ഒതുക്കാൻ കഴിയും. നോക്കൂ, നമ്മൾ ഇതിനു മുമ്പ് ക്ലാസ്സുകളിലൊക്കെ ഇടയ്ക്ക് പരാമർശിക്കുന്ന ശ്ലോകമാണ്. എന്താണ് ശ്ലോകം? പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്സ്യത. ഗീതയിലൊരു ശ്ലോകമാണ്. പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലിലൂടെ നിങ്ങൾ ഏറ്റവും ഉയർന്ന ശ്രേയസ്സിലേക്ക് പോയാലും എന്ന് പറയും. അപ്പൊ യജ്ഞത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് യജ്ഞം എന്ന് പറഞ്ഞാൽ പരസ്പരമുള്ള ഈ കൊടുക്കൽ വാങ്ങലാണ്. പ്രകൃതിയിൽ എല്ലാ പദാർത്ഥവും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ നടത്തുന്നു. ആ കൊടുക്കൽ വാങ്ങലിലൂടെ ഒരു ഉന്നതിയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നു, ശ്രേയസ്സിലേക്ക് പോകാൻ സാധിക്കും. ഈ പ്രപഞ്ചത്തെ പ്രപഞ്ചമാക്കി നിലനിർത്തുന്നത് ഓരോ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുമാണ്. മഴ പെയ്യുന്നു, ആ മഴ പെയ്യുവാൻ വേണ്ടി ഒരു നിയമമുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. ആ നിയമമില്ലെങ്കിൽ, ആ പ്രപഞ്ച പ്രതിഭാസം ഇല്ലെങ്കിൽ മഴ ഉണ്ടാകില്ല. അതേപോലെ നമുക്ക് ശുദ്ധവായു ലഭിക്കുന്നു. നമുക്ക് വായു ലഭിക്കണമെങ്കിൽ അതിന്റെ പുറകിൽ ഒരു നിയമമുണ്ട്. ആ നിയമം ഇല്ലെങ്കിൽ വായു ലഭിക്കില്ല. അങ്ങനെ എല്ലാ പ്രപഞ്ച പ്രതിഭാസങ്ങൾക്കും പുറകിലുള്ള ആ നിയമത്തെ, ആ അധിനിയമത്തെ നമ്മൾ ദൈവിക ഭാവത്തിൽ കാണുന്നു. ഒരു ദൈവിക സത്തയായി പരികൽപ്പന ചെയ്യുന്നു. അങ്ങനെ ദൈവിക സത്തയായി പരികൽപ്പന ചെയ്തു കഴിഞ്ഞാൽ ആ ദൈവിക സത്തയോട് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒരു ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ പരസ്പരമുള്ള ആ ബന്ധം, ആ പരസ്പരമുള്ള ആ ബന്ധത്തെയാണ് എന്തു പറയുന്നത്? സദാചാരം എന്ന് പറയുന്നത്. ഗുരുവിടെ ശിഷ്യന്മാരെ സദാചാര പരായണന്മാർ എന്ന് പറഞ്ഞു. എന്താണ് സദാചാരം? എന്താണ് സദാചാരം എന്ന് പറഞ്ഞാൽ നല്ല ആചരണങ്ങൾ. അപ്പൊ എന്തിനെയാണ് നല്ല ആചരണങ്ങൾ എന്ന് പറയുന്നത്? ഈ ദൈവിക സത്തയുമായിട്ട് നമ്മുടെ വ്യക്തിബന്ധത്തെ, നമ്മുടെ വ്യക്തിത്വത്തെ ചേർക്കുന്ന രീതിയിലുള്ള കർമ്മങ്ങളെയാണ്, പ്രവൃത്തികളെയാണ് എന്തു പറയുന്നത്? സദാചാരം എന്ന് പറയുന്നത്. ഈ സദാചാരത്തെ ആർജിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ജീവിതത്തിൽ കേവലം ഭൗതികമായ നേട്ടങ്ങൾ മാത്രമല്ല, അതിന്റെ അപ്പുറത്ത് ഈശ്വരീയമായ ചില കാര്യങ്ങളും കൂടിയുണ്ട് എന്ന സമീപനത്തിലേക്ക് ഉയർന്ന ഒരു വ്യക്തിയോടാണ് മുന്നോട്ടുള്ള അധ്യായങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്രയും ആമുഖമായിട്ട് പറഞ്ഞത്, കാരണം നമ്മൾ ആലോചിക്കും ഇന്നത്തെ കാലത്ത് ഇതിനൊക്കെ വല്ല പ്രസക്തിയുമുണ്ട്. ഇന്നത്തെ കാലത്ത് വലിയ വലിയ ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട്, വലിയ എല്ലാ സൗകര്യം, മനുഷ്യൻ എല്ലാ തരത്തിലും ആധുനികമായിട്ട് മുന്നോട്ട് പോകുന്ന കാലത്ത് ഈ അപ്രസക്തമായ ധർമാചരണങ്ങളെ ഗർഭകാലം തൊട്ട് പ്രസവകാലം തൊട്ട് മുന്നോട്ട് നാം ചെയ്യണമെന്ന് പറയുന്നതിന്റെ പ്രസക്തി എന്താണെന്ന് പറയുമ്പോൾ, ജീവിതത്തോടുള്ള സമീപനം ഈ രീതിയിലായവർക്ക് മാത്രമേ ഇത് പ്രസക്തമാവുള്ളൂ. അല്ലാത്തൊരു വ്യക്തിക്കും ഇത് പ്രസക്തമല്ല. അല്ലാത്തൊരു വ്യക്തിയും ഇതിനെ ആചരിക്കേണ്ടുന്ന യാതൊരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓം തത്സത്. ശ്രീനാരായണ ഗുരുവർപ്പണമസ്തു. എന്തെങ്കിലും ചോദിക്കാറുണ്ടോ?